നിങ്ങളുടെ ജീവിതം മാറ്റാൻ മടിക്കണ്ട. നിങ്ങളുടെ ചിന്ത മാത്രം മാറ്റിയാൽ മതി. A lot of us grow up around people who lived in constant self-pity. പാവം ഞാൻ, എനിക്ക് ഇതൊക്കെ സംഭവിക്കൂ, എനിക്ക് ഒരു ഭാഗ്യമില്ല എന്നൊക്കെ ഒരു ചിന്തയായിരിക്കും. ഇത് ചെറുപ്പം മുതലേ കേൾക്കുന്നതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. Then suddenly, every tiny thing feels personal. Someone forgets to reply and your brain mutters, ഇവർക്ക് ആർക്കും എന്നെ ഒരു വിലയില്ല, ഈ ലോകം എനിക്കെതിരെയാണ്. When your whole focus is on what you didn't get, something like missed calls, forgotten birthdays, the invite that never came, your life start looking like one big lack list. എനിക്കൊന്നും കിട്ടാറില്ല, എനിക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. The old script becomes comfortable like an old blanket. But that is not who you are. ഇത് നിങ്ങളുടെ ശരിയായ കഥയല്ല. പഴയ ശബ്ദത്തിന്റെ ഒരു പ്രതിധ്വനി മാത്രമാണ്. Expectations are basically pre-planned disappointments. പ്രതീക്ഷകൾ ഉയരുമ്പോൾ നിരാശയുടെ വാതിൽ തുറക്കും. അതാണ് യാഥാർത്ഥ്യം. When you expect people to read your mind, you hand them the remote control to your emotions. സ്വന്തം മനസ്സിന്റെ റിമോട്ട് മറ്റുള്ളവർക്ക് കൊടുക്കരുത്. അത് നിങ്ങളുടെ കയ്യിലായാലേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളൂ. You get power back by focusing on what is actually in your hands. Want to talk? Say it. Miss someone? Call them. Anything that won't matter, let it go. Playing the victim feels familiar. അതിലൊരു തെറ്റായ സുഖം ഉണ്ടാവും, അടിമത്തത്തിന്റെ സുഖം. ബട്ട് ടേക്കിംഗ് ബാക്ക് ദ പെൻ ആൻഡ് റീറൈറ്റിംഗ് യുവർ സ്റ്റോറി, ദാറ്റ്സ് വേർ ദ റിയൽ ഷിഫ്റ്റ് ബിഗിൻസ്. നിങ്ങൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ?